കൊല്ലത്ത് സ്വർണം കട്ടെന്ന കള്ളപ്പരാതിയിൽ പോളിയോ ബാധിതയായ ഭിന്നശേഷിക്കാരിക്കെതിരെ പോലീസ് 6 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. കുന്നത്തൂർ 7-ാം മൈൽ കൊച്ചപ്ലാമൂട് സ്വദേശിനി ശ്രീജയ്ക്കാണ് പോലീസിന്റെ മാനസിക പീഡനം നേരിടേണ്ടി വന്നത്. ശ്രീജയുടെ സഹോദരൻ ഷിബുവിനെയും ചോദ്യം ചെയ്തു. 12-ാം തീയതി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കിട്ടുന്നു. ആ പരാതിയിൽ പറയുന്നത് തൻ്റെ 14 പവൻ സ്വർണം നഷ്ടപ്പെട്ടു എന്ന് രാഖി എന്ന് പറയുന്ന സ്ത്രീ പരാതി കൊടുക്കുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ പരാതിയിൽ സംശയിക്കുന്ന 2 പേരുടെ പേരുകൾ, അതിൽ ഒന്ന് ശ്രീജ, പിന്നെ ശ്രീജയുടെ അനിയൻ സഹോദരൻ ഷിബു. ഈ 2 പേരെ തനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ പരാതിയിൽ പറഞ്ഞത്. ആ പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഭിന്നശേഷിക്കാരിയായിട്ടുള്ളത് ഈ ശ്രീജയെയും സഹോദരനെയും സ്റ്റേഷനിൽ ശൂരനാട് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി 1:30 മണിക്ക് വന്ന ഇവർ 6:30 മണി വരെ ഈ സ്റ്റേഷനിൽ അവരെ ഇരുത്തി ചോദ്യം ചെയ്യുകയായിരുന്നു. പോളിയോ ബാധിത കൂടിയാണ് ശ്രീജ. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, അന്ന് ഈ പരാതിക്കാരി 12-ാം തീയതി സ്റ്റേഷനിൽ വിളിപ്പിച്ച ദിവസം പരാതിക്കാരി സ്റ്റേഷനിൽ വന്നില്ല, 13-ാം തീയതി വന്നില്ല, 14-ാം തീയതി സ്റ്റേഷനിൽ വരുന്നത് സ്വർണവുമായിട്ടാണ്. അത് 14 പവൻ നഷ്ടപ്പെട്ടു എന്നായിരുന്നു പരാതിയിൽ പറഞ്ഞിരുന്നത്. പക്ഷെ അന്ന് കൊണ്ടുവന്നത് 10 14 പവനാണോ കൊണ്ടുവന്നതെന്ന് അറിയില്ല. എന്തായാലും ആ നഷ്ടപ്പെട്ട സ്വർണം തനിക്ക് കിട്ടി, തനിക്ക് പരാതിയില്ല എന്ന് അവരത് അവിടെ സ്റ്റേഷനിൽ അറിയിച്ച് അതിനുശേഷം പോലീസ് ഇവരോട് പോകാനും പറഞ്ഞു. പക്ഷേ ഇവർക്കുണ്ടായ ഒരു മാനസിക പ്രശ്നം കൂടിയാണ്. ശ്രീജയ്, നിങ്ങൾക്ക് അതിലുണ്ടായ ഒരു മാനസിക സങ്കടം എന്താ? ഇതിലുണ്ടായ സങ്കടം എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിപ്പിക്കാൻ പറ്റത്തില്ല. ഇന്നെന്ന് പറഞ്ഞാൽ അവളിപ്പോൾ ഈ സ്വർണം കൊണ്ടുവന്നു, അവളത് കൊണ്ടുവരാതിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. അത് അവിടെ കൈ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കള്ളരായിട്ട് മുദ്ര കുത്തപ്പെടുന്ന ഒരവസ്ഥയാണ്. അവൾ തീർത്തും പറയുന്നത് ഞങ്ങൾ 2 പേരറിയാതെ, സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളോട് അതേ രീതിയിലാണ് ചോദിച്ചത്, ഞങ്ങൾ 2 പേരറിയാതെ ആ സാധനം പോയിട്ടില്ലെന്ന് പറയുന്നു. അന്ന് അവൾ സാധനമായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് 2 പെൺപിള്ളേരാണ്. മൂത്ത കുഞ്ഞാണെ +2 പഠിക്കുന്നു, ഇളയവളാണെ 10-ലും പഠിക്കുന്നു. ഈ ഒരു പേരുദോഷത്തിൻ്റെ പേരിൽ എൻ്റെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ചെയ്ത് പോയിരുന്നെങ്കിലോ, ഈ വയ്യാത്ത ഞാൻ വരുന്നില്ല എന്ന് ഞാൻ വിളിച്ച് പറഞ്ഞതാണ് അവളോട്. പക്ഷെ അവൾ നിർബന്ധിച്ച് എന്നോട് നീ വാടി, നീ തന്നെ മതി, കുഴപ്പമില്ലെന്നും പറഞ്ഞു. അച്ഛനെ നോക്കാനല്ല സംഭവം, പുള്ളിക്കാരി നോക്കാനെന്നും പറഞ്ഞ് വിളിച്ചതല്ല. അച്ഛൻ്റെ അടുത്ത്, കാരണം അച്ഛൻ എഴുന്നേൽക്കുന്ന സമയത്തൊന്ന് ഒരു വെള്ളം കൊടുക്കണമെങ്കിൽ അച്ഛൻ എഴുന്നേൽക്കുമ്പോഴോ ഒന്ന് ഒരിത്തിരി വെള്ളം കൊടുക്കുക, ഇത് മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. പക്ഷെ ഞാൻ എന്നിട്ടും ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഒറ്റയ്ക്ക്, അന്നേരം പറഞ്ഞു ഒന്നും പേടിക്കണ്ട മോളെ, അച്ഛൻ ഉണരത്തൂല, ഞങ്ങൾ വരുമ്പോഴത്തേക്ക് അച്ഛന് എഴുന്നേക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ നിർബന്ധിച്ച് എന്നെ വിളിച്ചത്. എന്നാൽ ചോദിക്കും നിർബന്ധിച്ച് വിളിച്ചാൽ പോകേണ്ട ആവശ്യം, നമ്മുടെ ആ ഒരു സഹകരണം കൊണ്ട്. ഞാനിപ്പോൾ ആങ്ങളെ അവിടെ നിന്ന് പോരുന്നിട്ട് 2-2 മാസം ആയെങ്കിൽ പോലും ഞങ്ങൾ തമ്മിൽ സൗഹൃദങ്ങളും ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ വയ്യായ്മയല്ല ഞാൻ നോക്കിയത്, നമുക്ക് അത്രയും വലിയൊരു ആവശ്യം വന്നപ്പോൾ ഞാൻ വെറുതെ എന്തായാലും വീട്ടിലിരിക്കുക. ഞാനും ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ. സംസാരത്തിൽ തന്നെ നമുക്കറിയാം ഇവിടെ എന്തൊക്കെയോ ക്രിയേറ്റ് ചെയ്ത രീതിയിലാണ് ഇവിടെ സംസാരങ്ങളും കാര്യങ്ങളും. കാരണം അവൾ സ്റ്റേഷനിൽ പറയുന്നത് ഒരു വിധത്തിൽ, മറ്റുള്ളവരോട് പറയുന്നത് ഒരു തരത്തിൽ. കാരണം ഇവിടെ സ്റ്റേഷനിൽ പറഞ്ഞത് 14 പവൻ പോയി, എന്നിട്ട് ആലോചിച്ച് നോക്കുക. അവൾ ആ സ്റ്റേഷനിൽ പറഞ്ഞെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇല്ലായ്മക്കാരാ, അവരുടെ അവസ്ഥ ഞങ്ങൾക്കറിയാം, അതുകൊണ്ടൊരു കാര്യം ചെയ്യ്, അവരെടുത്തെന്നുണ്ടെങ്കിൽ 3 പവൻ അവരെടുത്തോട്ടെ, ബാക്കി 11 പവൻ തിരിച്ചു തരാൻ അവൾ പറയണമെന്നുണ്ടെങ്കിൽ അവൾ അത് തീർത്ത് ഞങ്ങളെ ചുമത്തിയിട്ട് തന്നെ, ഇത് അവൾ കുറ്റം ചുമത്തിയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കത്തില്ല. കാരണം ആ പോലീസുകാരല്ലെങ്കിൽ ആ പോലീസുകാരൊന്ന് ആലോചിക്കണം. ഈ സാധനം ഇവൾ കൊണ്ടുവന്ന് ഞങ്ങൾ പ്രതിയായി പോലും ഇല്ല പോലും, നമ്മളെ സംശയമായിട്ടെങ്കിലും നമ്മളെ അതിനകത്ത് കയറ്റി ഞങ്ങൾ ചോദ്യം ചെയ്തതാണ്. അതിന് പ്രകാരം ഞങ്ങളെ ബോധിപ്പിക്കേണ്ട ചുമതല ഈ പോലീസുകാർക്കുണ്ടായിരുന്നു. അവരെന്തുകൊണ്ട് അത് ചെയ്തില്ല? ഇത് 14 പവൻ ഉണ്ടെന്ന് പറയുന്നത്, തിരിച്ച് കിട്ടിയെന്ന് പറയുന്ന പോലീസുകാരെ കൊണ്ടുവന്ന് കാണിച്ചെന്ന് പറയുന്നത് ഞങ്ങൾ ബാധ്യസ്ഥരല്ല. ഞങ്ങൾ ഇത് കാണിക്കാത്തിടത്തോളം കാലം ഞങ്ങൾക്ക് സംശയം നിലനിൽക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇത് കൊണ്ട് കാണിച്ച്, അല്ലെങ്കിൽ അവരൊന്ന് തൂക്കി നോക്കുവാട്ടെ, അല്ലെങ്കിൽ അത് ഗോൾഡ് ആണോ അത് സ്വർണം തന്നെ ആണോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യാട്ടെ. ഇതൊന്നും ചെയ്തിട്ടില്ല. അവൾ വന്ന് കേസ് പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും നമുക്ക്? ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് എന്തുകൊണ്ട് തെളിവ് കിട്ടിയില്ല? ഞങ്ങൾ ഒന്നും അല്ലെങ്കിലും ഒരു സംശയമായിട്ടെങ്കിലും ഞങ്ങളെ കയറ്റി ഞങ്ങളെ ചോദ്യം ചെയ്തതാണ്. ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ. കാരണം അവളെക്കാൾ അത്യാവശ്യം ഞങ്ങൾക്കാണ്. ഈ സ്വർണ്ണം എങ്ങനെ കിട്ടിയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ. കാരണം ഈ 14 പവൻ എന്ന് പറഞ്ഞാൽ നാളെ അവൾ പറയുക, സാറേ എനിക്ക് അബദ്ധം പറ്റി, ഈ 14 പവൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് ഗോൾഡ് അല്ല, സ്വർണ്ണമല്ല, അല്ലെങ്കിൽ അതിനകത്ത് ഇത്ര പവൻ കുറവുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് ഒക്കുവോ? പിന്നെ അത് തിരിച്ചു പിന്നെ ഞങ്ങളുടെ മേലിൽ കുറ്റം ചുമത്തുന്നതിന് തുല്യമല്ലേ അത്? ഈ മാനഹാനി അവൾ എവിടെ കൊണ്ട് തീർക്കും? ഇത് കൊണ്ടുവന്നില്ലെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ, മാനസികാവസ്ഥ അവളൊന്ന് ചിന്തിച്ച് നോക്ക്. നമുക്ക് വേറൊന്നുമല്ല, ഇത് എങ്ങനെ കിട്ടി എന്നുള്ളത് ഏത് വിധേനയും ഞങ്ങൾക്ക് ഫുൾ അറിഞ്ഞേ പറ്റത്തുള്ളൂ. അനിയനോട് നല്ല രീതിയിൽ സംസാരിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനെ ഞങ്ങളിത് അറിഞ്ഞിടം തൊട്ട്, സത്യം പറഞ്ഞ 7-ാം മൈലിന് ഞങ്ങൾ 2 പേരുടെ വണ്ടി കയറുന്നിടം തൊട്ട് എൻ്റെ ചിറക്കം കിടന്നും കൊണ്ട് അവന് BP.
അപ്പോൾ അവൻ ആ സമയം തൊട്ട് അവൻ കിടന്നു, കാരണം അവൻ ചെയ്യാത്ത കുറ്റമാണ്, അവൻ കിടന്ന് വിറയ്ക്കുന്നു. ഒരു സമയത്ത് അവൻ്റെ വിറയിൽ കണ്ട് ഞാൻ പറഞ്ഞു, എടാ നിൻ്റെ വിറയിൽ കണ്ട നീ എടുത്തെന്ന് തോന്നുമല്ലോ, നീ എന്തിനാ ഇങ്ങനെ? അപ്പോഴെന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ ചേച്ചിയെപ്പോലെ സ്നേഹിച്ചല്ലേ ചേച്ചി അവളെ, ഒരു കൂടപ്പിറപ്പിനെ പോലെ ഞാൻ അവളെ കണ്ടേയില്ല, അവൾ എന്തിനാ എന്നോട് ഇത് ഈ ചതു ചെയ്ത് പോട്ടെ, അല്ലെങ്കിൽ ഞാനൊരു 8 മാസമെങ്കിലും അവിടെ ജോലിക്ക് നിന്ന് എൻ്റെ കാര്യം വീട്, ഞാനൊരാണാ പോട്ടെ. പക്ഷെ ചേച്ചി ഒരൊറ്റ ദിവസമല്ലേ അവിടെ പോയിട്ടുള്ളൂ, ആ ചേച്ചിയുടെ പേർക്ക് എന്തിനാ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. പോലീസിൽ പരാതി കൊടുത്തോ? ഞാൻ ഇങ്ങനെ ഒരു സ്വർണം കിട്ടിയതിന് ശേഷമുള്ള കാര്യത്തിന് പരാതി കൊടുത്തു. അതാ ഞാൻ പറയുന്നത്, ഈ പോലീസുകാർ ഇപ്പോൾ ഈ പരാതി ഞങ്ങൾ പരാതി അന്നാണ് കൊടുക്കുന്നത്, അതായത് 14-ാം തീയതി ഇത് അവൾ കേസ് തീർപ്പാക്കി എന്ന് പറഞ്ഞതിൻ്റെ അന്ന് ഞങ്ങൾ പരാതി കൊടുത്തപ്പോൾ, പക്ഷെ അവൾ ഈ 12-ാം തീയതി പരാതി കൊടുത്തതിൻ്റെ അന്ന് തന്നെ ഞങ്ങളെ വിളിപ്പിച്ചു. ഞങ്ങൾ അന്ന് പരാതി കൊടുത്തിട്ട് ഇന്നിപ്പോൾ ഇത്രയും ദിവസമായി ഒരു ഫോൺ കോൾ പോലും ഞങ്ങൾക്ക് വന്നിട്ടില്ല. അവളെ ഒന്ന് വിളിച്ച് അന്വേഷിച്ചു, അല്ലെ ഞങ്ങൾ വിളിച്ച് ചോദിച്ചു, അല്ലെ അന്വേഷിച്ചു, അല്ലെ നിങ്ങൾ ഇങ്ങോട്ട് വരണം എന്നും പറഞ്ഞുകൊണ്ട് ഈ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് മാനഹാനി മാത്രം വെച്ചു. മാനഹാനി അത് മാത്രമേ ഉള്ളൂ ഇവർ അവരുടെ ഭാഗത്തുനിന്ന്. നിങ്ങൾക്ക് ഇനി നീതി വേണം, നീതി കിട്ടിയേ പറ്റും, ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ. ഇപ്പം ഈ ശ്രീജ പറഞ്ഞ കേട്ടല്ലോ, വളരെ ന്യായമായിട്ടുള്ള ഒരു പരാതിയാണ്. ഈ 14-ാം തീയതി സ്വർണം കിട്ടി, അതിനുശേഷം ഇവരത് കൊല്ലം റൂറൽ എസ് പിക്ക് ഉൾപ്പെടെ തങ്ങൾക്കേറ്റ മാനഹാനിയെക്കുറിച്ച് അന്വേഷിക്കണം, അതിന് മറുപടി കിട്ടണം എന്ന് പറഞ്ഞ് നീതി കിട്ടണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകി. പക്ഷേ ഈ സമയം വരെയും ശൂരനാട് പോലീസ് ഇവരെ വിളിക്കുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന നടപടികളോ ഇന്നതാണ് സംഭവിച്ചതെന്ന് മറുപടി പറയാനോ തയ്യാറായിട്ടില്ല. ക്യാമറാമാൻ രാഹുൽ ചന്ദ്രനൊപ്പം രാജ്കുമാർ.